വണ്ണമുള്ളവരോട് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. വണ്ണം കൂടിയത് മാത്രമാണോ നിങ്ങളുടെ ഒരു പ്രശ്നം? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ ഇനി പറയാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത്. ഒന്ന്, ഫറ്റീഗാണ്, ക്ഷീണം. അതായത് എപ്പോഴും ക്ഷീണം. രണ്ടാമത്, മൂഡ് സ്വിങ്സ്. പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് ഇറിറ്റേഷൻ വരിക, പെട്ടെന്ന് ഒരു ഡിപ്രഷനിലേക്ക് പോവുക, പെട്ടെന്ന് ഒരു നിരാശ പോലെ നമുക്ക് തോന്നുക. മൂന്നാമത്തെ കാര്യം, ഫുഡ് ക്രേവിങ്സ്. ചിലർ പറയും എപ്പോഴും വിശപ്പാണ്, എന്ത് കഴിച്ചാലും വീണ്ടും എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നൽ. ചിലർ പറയും രാവിലെ ഒന്നും പ്രോബ്ലം ഇല്ല, വൈകിട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിശപ്പാണ്, മധുരം കഴിക്കാൻ തോന്നുന്നു, ജ്യൂസ് കുടിക്കാൻ തോന്നുന്നു. അതേപോലെ തന്നെ പലരിലും ജോയിൻറ്റ് പെയിൻ, നീ പെയിൻ ആവാം, ബാക്ക് പെയിൻ ആവാം, അല്ലെങ്കിൽ മേലാസകലം വേദനകളാവാം. അടുത്തത് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ആണ്. ഗ്യാസ്, അസിഡിറ്റി, ബ്ലോട്ടിംഗ്, ഇൻഡൈജഷൻ, കോൺസ്റ്റിപ്പേഷൻ, അങ്ങനെയുള്ള കണ്ടീഷൻസ്. അതുപോലെ തന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് മെമ്മറി ഇഷ്യൂസ്, ഓർമ്മക്കുറവുകൾ, ഉറക്കക്കുറവ്, അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്. ഉറക്കം ശരിയാകുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല. പലരും ലേറ്റായിട്ട് ഉറങ്ങുന്നവരാണ്, ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നവരാണ്, അല്ലെങ്കിൽ ലേറ്റായിട്ട് കിടന്നിട്ട് വളരെ നേരത്തെ എഴുന്നേൽക്കുന്നവരാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉറക്കം അവർക്ക് കിട്ടാതിരിക്കുന്നു. അതേപോലെ തന്നെ പലരും പ്രീ ഡയബറ്റീസ് ആണ്. ബ്ലഡ് ഷുഗർ ഒക്കെ എടുക്കുന്ന സമയത്ത് HbA1c ഒരു പ്രീ ഡയബറ്റീസ് സ്റ്റേജിലാണ്, അല്ലെങ്കിൽ ഭൂരിഭാഗം പേരും ഡയബറ്റീസ് പേഷ്യൻ്റ് ആണ്. പലർക്കും തൈറോയിഡിന്റെ പ്രോബ്ലംസ് ഉണ്ട്. സ്ത്രീകളാണെങ്കിൽ PCODയുടെ പ്രോബ്ലംസ് ഉണ്ട്. പീരീഡ്സ് ഇറഗുലർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസ് ആണ്. എന്തെങ്കിലും തരത്തിലുള്ള BP കൂടുതൽ, എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അതുപോലെ തന്നെ വയറ് പലപ്പോഴും വളരെ കൂടുതലായിരിക്കാം. വയറിനകത്ത് നിൽക്കുന്ന വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പലർക്കും പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു എനർജി കിട്ടാത്തൊരവസ്ഥയിലാണ്. പലരും കൂർക്കമ്പലി പറയുന്നവരാണ്. ഉറക്കത്തിൽ ശ്വാസ തടസ്സം നേരിടുന്നവരാണ്. ചില സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, വണ്ണം കൂടിയത് കൊണ്ട് മാത്രം ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് അനുഭവിക്കുന്നവരുണ്ട്, കുട്ടികളില്ലാത്ത പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കുക, അതായത് വണ്ണം മാത്രമാണോ എൻ്റെ പ്രശ്നം, ബാക്കിയുള്ള ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് എങ്ങനെ നേരിടാൻ സാധിക്കണം, അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് റിപ്പോർട്ടുകൾ എങ്ങനെ മനസ്സിലാക്കി എൻ്റെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ നല്ല റിയൽ ഭക്ഷണശീലങ്ങൾ ഞാൻ എങ്ങനെ ശീലിക്കാം, എങ്ങനെ എൻ്റെ ഉറക്കം ശരിയാക്കാം, എങ്ങനെ എൻ്റെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കാം, ഒരു വെയിറ്റ് ഒരു 10% കുറഞ്ഞാൽ എൻ്റെ ജോയിന്റ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും, എൻ്റെ ഭക്ഷണശീലങ്ങൾ, ഞാൻ സമയത്തിന് ഭക്ഷണം കഴിച്ചാൽ സമയത്തിന് ഉറങ്ങിയാൽ എൻ്റെ അസിഡിറ്റിയിലും ഗ്യാസിലും ബ്ലോട്ടിങ്ങിലും കോൺസ്റ്റിപ്പേഷനിലും വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കും, എൻ്റെ തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങളും ബാക്കിയുള്ള ഹോർമോണൽ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ സമയത്തിന് നല്ല ഭക്ഷണമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ക്ഷീണം മാറ്റാൻ എനിക്ക് സാധിക്കില്ലേ, എൻ്റെ ബ്രെയിൻ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മെമ്മറി ഇഷ്യൂസിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് സാധിക്കില്ലേ, ഭക്ഷണത്തിൻ്റെ സമയങ്ങൾ, കോമ്പിനേഷൻസ്, കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഷുഗർ ലെവലുകൾ നോർമലാക്കാൻ എനിക്ക് സാധിക്കുമോ, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതല്ലാതെ വണ്ണം കൂടുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു കുറ്റമാണെന്ന് കണ്ട് എങ്ങനെയെങ്കിലും വണ്ണം കൂടിയതിൻ്റെ കാരണം ഭക്ഷണം കഴിച്ചതുകൊണ്ടും ഓട്ടം കുറഞ്ഞതുകൊണ്ടും മാത്രമാണെന്ന് വിചാരിച്ച് കൂടുതൽ പട്ടിണി ഇടുന്നു, കൂടുതൽ ഭക്ഷണം കുറച്ചു, കണ്ടമാനം വർക്കൗട്ടുകൾ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും യാതൊരുവിധ മാറ്റങ്ങളും ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരില്ല.